ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 36. അവതരണം അപര. ചെയറിനൊപ്പം പറന്നു വന്ന് ഫ്ലോറിലേക്ക് വീണ സൂരജ് സാറിനെ കണ്ടതും അവിടെയുള്ളവരെല്ലാം ഞെട്ടിപ്പോയി. എല്ലാവരും എന്താണ് നടക്കുന്നതെന്നറിയാതെ വേഗം എണീറ്റ് നോക്കി. അപ്പോഴാണ് ആര്യയെ നെഞ്ചോട് ചേർത്ത് വാഷിംഗ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് വന്ന അജുവിൽ എല്ലാവരുടെയും നോട്ടം പതിഞ്ഞത്. അവളെ നെഞ്ചിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും അവൾ അവൻ്റെ ഷർട്ടിലെ പിടിവിടാതെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവനിൽ നിന്നും പിടിവിടാൻ മടിക്കുന്ന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തറയിൽ കിടക്കുന്ന സൂരജ് സാറിനെ അജു ചവിട്ടാൻ തുടങ്ങി. സെക്യൂരിറ്റി, സെക്യൂരിറ്റി! ഷെറീൻ അലറി വിളിച്ചു. പുറത്തു നിന്ന് 2 സെക്യൂരിറ്റികൾ വന്ന് അജുവിനെ ബലമായി പിടിച്ചു മാറ്റി. അതിനിടയിലും ദേഷ്യത്തോടെ അവൻ അയാളെ ചവിട്ടാൻ നോക്കുന്നുണ്ട്. 2 സെക്യൂരിറ്റി ചേർന്ന് അജുവിനെ ലോക്ക് ചെയ്തതും താഴെ കിടന്ന സൂരജ് സാർ എഴുന്നേറ്റ് അജുവിൻ്റെ മുഖത്തൊന്നു കൊടുത്തു. വീണ്ടും അടിക്കാൻ കൈ ഉയർത്താൻ നോക്കിയതും ഞാനും റോഫും കൂടി ഓടിച്ചെന്നു. ഞങ്ങൾ ചെല്ലും മുന്നേ അയാൾ അജുവിനിട്ട് ഒന്നുകൂടി കൊടുത്തു. ആ അടിയിൽ അജുവിൻ്റെ ചുണ്ട് പൊട്ടിപ്പോയി. ഡാ, ഇന്നലെ വന്നു കയറി എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? നിന്റെ തിളപ്പ് ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവനെ അടിക്കാൻ ഉയർത്തിയ കൈ ഞാൻ തടഞ്ഞു. അയാൾ പോലും പ്രതീക്ഷിക്കാതെ സർവ്വശക്തിയും കയ്യിൽ ആവാഹിച്ച് അവനിട്ടൊന്ന് പൊട്ടിച്ചു. അവനടക്കം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഷെറീനെ വിശ്വാസം വരാത്ത പോലെ എന്നെ നോക്കി. അഫ്നയും ബാക്കിയുള്ളവരെല്ലാം ആ ഞെട്ടലിൽ തന്നെയാണ്. ഡേ, എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഡി നീ എനിക്ക് നേരെ കൈ ഉയർത്തിയത് എന്ന് പറഞ്ഞ് എൻ്റെ നേരെ വരാനൊരുങ്ങിയ സൂരജിനെ റോഹു പിറകിൽ നിന്നും ചവിട്ടിയിട്ടു. എന്താ ഇവിടെ? ഇവിടുത്തെ ബഹളം കേട്ട് മെഹഫി ഓടി വന്നു അങ്ങോട്ടേക്ക്. അവൻ്റെ നോട്ടം ആദ്യം ചെന്നത് സെക്യൂരിറ്റികൾ പിടിച്ചു വെച്ചിരിക്കുന്ന അജുവിലാണ്. ഡാ, വിടടാ അവനെ! മെഹഫി ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ദേഷ്യം കണ്ടതും സെക്യൂരിറ്റിമാർ അജുവിൻ്റെ പിടിവിട്ടു. ചുണ്ടുപൊട്ടി രക്തമൊലിക്കുന്ന അജുവിനെ കണ്ടതും മെഹഫിയുടെ നെഞ്ചു പിടഞ്ഞു. ഓടിപ്പോയി അവനെ ചേർത്ത് പിടിച്ചു. എന്താണ് മോനെ, എന്തു പറ്റി? സാർ, നമ്മുടെ സൂരജ് സാറിനെ നോക്കിയേ. ആവശ്യമില്ലാതെ ഇവർ 3 ആളും കൂടി നമ്മുടെ സാറിനെ വെറുതെ അടിച്ചു. എന്നിട്ട് സാറ് സൂരജ് സാറിനെ നോക്കാതെ അവനെ നോക്കുന്നേ? ഷെറീനയുടെ സ്വരത്തിൽ വല്ലാത്ത അമർഷവും ദേഷ്യവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് മെഹഫി തറയിൽ കിടന്ന സൂരജിനെ നോക്കുന്നത്. താഴെ കിടന്ന് ഞെരിപിരി കൊള്ളുന്ന അയാളെ കണ്ടതും സെക്യൂരിറ്റിയോട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. മെഹഫി റോഹുവിനോട് ചോദിച്ചു, എന്താ ഇവിടെ നടക്കുന്നത്? എന്താണ് പ്രോബ്ലം? പറയടാ റോഹു. എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പം അജുവും ഇയാളും തമ്മിൽ അടി നടക്കുന്നു. കാരണമില്ലാതെ അജു തല്ലില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓഹോ, അപ്പം കാരണം പോലും അറിയാതാണ് നിങ്ങളെല്ലാവരും കൂടി സാറിനെ ആക്രമിച്ചതല്ലേ? കേട്ടല്ലോ മെഹഫി സർ, ഇതെല്ലാം ഇന്ന് ഈ പ്രവർത്തികൾ കാണിച്ചവർ നാളെ സാറിനോട്, റോഷൻ സാറിനോട് ഇത് കാണിക്കില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ഇവർക്കെതിരെ നടപടി എടുത്തേ പറ്റുള്ളൂ. ഞങ്ങളെ 3 ആളെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് ഷെറീനെ പറഞ്ഞു. സാർ, സൂരജ് ദയനീയമായി വിളിച്ചു. എന്താ സൂരജ്, പറഞ്ഞോളൂ. സാർ, ഞാൻ കൈ കഴുകാൻ ചെന്നപ്പോൾ ഇവനും ആരെയും കാണാൻ പാടില്ലാത്ത രീതിയിൽ ആളില്ലാത്ത കോർണറിൽ നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഹോട്ടൽ റൂമല്ല ഓഫീസാണ്, ഇമാതിരി തോന്നിവാസങ്ങൾ ഇവിടെ നടക്കില്ല എന്ന്. അത് പറഞ്ഞതിനാണ് ഇവനെ ഈ കോലാഹലങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയത്. എന്നെ തല്ലി. അത് കണ്ട് കാര്യം പോലും ചോദിക്കാതെ ഇവരും വന്ന് തല്ലി. ഇവരെ ടെർമിനേറ്റ് ചെയ്യണം സാർ. ഇവിടെ എന്നല്ല, IT ഫീൽഡിൽ എവിടെ ഇവർക്ക് ജോലി കിട്ടരുത്. ഓക്കെ സൂരജ്, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഇവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കട്ടെ. അജാസ്, ഇതൊക്കെ സത്യമാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊന്നും സത്യമല്ല സാർ. പിന്നെ എന്താ നടന്നത്? മെഹഫി ചോദിച്ചു. അവൻ പറയുന്നത് എന്താണെന്നറിയാൻ ഞങ്ങളും ആ ഓഫീസിലുള്ള എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു. ചുറ്റും തന്നെ നോക്കി നിൽക്കുന്ന ആൾക്കൂട്ടത്തെ കണ്ട് അജു ആര്യയുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പം പൊട്ടുമെന്ന പോലെ നിൽക്കുന്ന അവളുടെ മിഴികളും ദയനീയത നിറഞ്ഞ മുഖവും അജുവിൻ്റെ കണ്ണുകളിൽ പതിഞ്ഞതും അവനൊന്നും പറയാതെ മുഖം താഴ്ത്തി. അതുകണ്ട് ഒരു വിജയച്ചിരിയോടെ സൂരജ് പറഞ്ഞു, എന്താണ് അവിടെ നടന്നതെന്ന് പറയാ ജാസ്. നിങ്ങൾ പറയുന്നതിനപ്പുറം എനിക്കും പറയാൻ കാണുമെന്ന് പറഞ്ഞു ആര്യയുടെ മുഖത്തേക്ക് ഒരു വഷളൻ ചിരിയോടെ നോക്കി. അപ്പോഴും അജുവിന് പറയാനൊന്നുമില്ലായിരുന്നു. അവൻ്റെ മൗനം കണ്ടതും ഷെറീനയും ബാക്കി കുറച്ചു പേരും കൂടി കത്തിക്കയറാൻ തുടങ്ങി. ഞങ്ങളെ 4 ആളെയും ഡിസ്മിസ് ചെയ്തേ മതിയാവുകയുള്ളൂ എന്ന് അവർ ഡിമാൻഡ് വെച്ചു. ഓക്കെ, എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് പോകും. ഇത് ക്യാൻറ്റീനാണ്, അതുകൊണ്ട് ഇവിടെ ഒരു ചർച്ച വേണ്ട. എല്ലാവരും ഓഫീസിലേക്ക് പൊയ്ക്കോ. ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് ഇതൊരു തീരുമാനമാക്കാം. എല്ലാവരും ഓഫീസിലേക്ക് പോയി. ആര്യ നല്ല ടെൻഷനിലായിരുന്നു. ഞാൻ കാരണമല്ലേ അജുവിൻ്റെ ജോലി കൂടി പോകുന്നത്. ഞാൻ മെഹഫി സാറിനോട് കാര്യം പറയട്ടെ. ആര്യ, താനിപ്പോൾ ആരോടൊന്നും പറയണ്ട. ഞാൻ സൗകര്യം പോലെ പറഞ്ഞോളാം. അയാൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അയാൾ എന്തേലും അനാവശ്യം പറഞ്ഞാലും അതാണ് സത്യമെന്ന് കരുതി വിശ്വസിക്കാൻ ആളുകളുണ്ടാവും. അതുകൊണ്ട് ഇപ്പം ആരോടും ഒന്നും പറയണ്ട കേട്ടോ. അജുവിനൊരു ടെൻഷൻ പോലും ഇല്ലേ? എനിക്ക് നല്ല പേടിയുണ്ട്. ഈ ജോലി പോയാൽ ഞാൻ അമ്മയോട് എന്ത് പറയും?
ആര്യയുടെ നിറഞ്ഞ മിഴികൾ അജുവിൽ നോവ് പടർത്തി. അവളെ നെഞ്ചോട് ചേർക്കാനും ആശ്വസിപ്പിക്കാനും അവൻ്റെ ഉള്ളം വല്ലാതെ വെമ്പൽ കൊണ്ടു. ഹലോ, ഇപ്പം എന്തായി? രണ്ടാൾക്കും ഇപ്പം തന്നെ പെട്ടിയും കിടക്കിയെടുത്ത് ഇറങ്ങാൻ പുറത്തേക്ക്. രണ്ടിനും എന്തേലും പറയാൻ തോന്നിയ ഞാനും പലതും പറയും. നടന്നതിൻ്റെ കൂടെ കുറച്ച് എരിവും പുളിയും കൂട്ടി. അത് വേണോ? അജുവിൻ്റെ ഓരോ തുള്ളി രക്തവും തിളയ്ക്കാൻ തുടങ്ങി. അവൻ്റെ ഭാവമാറ്റം കണ്ടതും ആര്യ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി. നിന്റെ രക്തം നന്നായി തിളയ്ക്കുന്നുണ്ടല്ലേ അജാസ്? നീ കിടന്ന് തിളച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഒരു രക്ഷകൻ വന്നേക്കുന്നു. ഞാനൊന്നും അവളെ തൊട്ടപ്പം നിനക്കാണല്ലോ പൊള്ളിയത്. എന്താ രണ്ടാളും തമ്മിൽ പ്രേമമാണോ? കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ നമുക്കങ്ങ് ജോലിയായിട്ട് ഇവിടെ കൂടായിരുന്നല്ലോ. ഇപ്പം എന്തായി? ജോലിയും പോയി, എല്ലാം പോയി. എന്തായാലും നിങ്ങളിവിടെ നിൽക്ക്. ഞാൻ പോയി നിൻ്റെയൊക്കെ കൂട്ടത്തിലുള്ള മറ്റവളെ ഒന്ന് കാണട്ടെ. മെഹറിൻ, തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എനിക്ക് വലിയ താല്പര്യമില്ല. താൻ ഇടയ്ക്കൊക്കെ റോഷൻ സാറിനെ പോലെ നമ്മളെ ഒന്ന് പരിഗണിച്ചാൽ മതി. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ തനിക്ക് വേണ്ടി. എന്താ? അയാളുടെ വൃത്തികെട്ട നോട്ടവും വഷളം ചിരിയും കണ്ടപ്പോൾ ആ അലവലാതിയുടെ കാരണം അടിച്ചു പോകാനാണ് തോന്നിയത്. മെഹറിനൊന്നും പറഞ്ഞില്ല. മേഫി സാർ അകത്ത് ഡിസ്മിസൽ ഓർഡർ ടൈപ്പ് ചെയ്യുകയോ? അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയൂ. സൂരജ് സാർ ഒന്ന് അടുത്തേക്ക് വന്നേ. തൻ്റെ അമ്മയോടും പെങ്ങളോടും ചെന്ന് പറയടോ വല്ലപ്പോഴും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. ദേ, ഇനി നീ ഇവിടെ ഉണ്ടാവില്ല. സൂരജാണ് പറയുന്നത്. ഇവിടെ എന്നല്ല, വേറെ എവിടെയും. അവസാനം എൻ്റെ കാൽ ചുവട്ടി നീ വരും, അല്ലെ വരുത്തും ഞാൻ. നീ ഒരു ചുക്കും ചെയ്യില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. താൻ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഓഹോഹോ, MD പോക്കറ്റിലുള്ളതിൻ്റെ അഹങ്കാരമാണോ നിനക്ക്? അപ്പോഴേക്കും മേഫി അവൻ്റെ ക്യാബിൻ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു. സർ, എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? ഇവിടെ ചെറ്റത്തരം കാണിക്കുന്നവരാവശ്യമില്ല. ഇപ്പോൾ ഈ നിമിഷം പുറത്തേക്ക് പോകണം. ഡിസ്മിസൽ ഓർഡറുമായി. സൂരജിൻ്റെയും ഷെറീനയുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞ് തുള്ളിച്ചാടാൻ വിയർപ്പ് പൊട്ടി നിൽക്കും പോലെ. അപ്പോൾ ഇനി ഇവിടെ വേണ്ട അല്ലേ മേഫി സാർ? അതെ, ഇനി നീ ഇവിടെ വേണ്ട. മേഫിയുടെ ചൂണ്ടുവിരലിനപ്പുറം ഉള്ള ആളെ കണ്ട് ചുറ്റും നിന്നവരിൽ അവിശ്വാസം നിറഞ്ഞു. തൻ്റെ നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന മേഫിയെ കണ്ട് സൂരജ് പോലും ഞെട്ടിപ്പോയി. മേഫിയുടെ തീരുമാനം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഷെറീന മാഡം കേട്ടത് വിശ്വസിക്കാൻ പ്രയാസമുള്ളതുപോലെ മേഫിയെ തന്നെ നോക്കി നിന്നു. സാറെന്താ പറഞ്ഞത്? സൂരജിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? ഇവരിവിടെ വേണ്ടെന്നാണോ അതോ ഞാൻ വേണ്ട എന്നാണോ? സൂരജിൻ്റെ ശബ്ദത്തിന് പോലും വിറയൽ സംഭവിച്ചിരുന്നു. അതെ, നീ ഇനി ഇവിടെ വേണ്ട. അത് സാറ് മാത്രം തീരുമാനിച്ചാൽ മതിയോ? ആദ്യത്തെ ഞെട്ടൽ മാറിയതും സൂരജ് സാറും ദേഷ്യത്തിലായി. പിന്നെ വേറെ ആര് തീരുമാനിക്കണം സൂരജ്? MD കൂടി വരട്ടെ സാർ. റോഷൻ സാറിൻ്റെ അഭിപ്രായം കൂടി എനിക്കറിയണം. എൻ്റെ തീരുമാനത്തിനപ്പുറം അവനൊരു തീരുമാനം ഉണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സൂരജ്? എന്നാലും എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കണ്ടേ മേഫി സാർ? ഇന്നലെ വന്ന് കയറി ഈ പിള്ളേർ ഇവിടെ കിടന്ന് തോന്നിവാസം കാണിച്ചതും പോരാ, അത് ചോദിക്കാൻ ചെന്ന് എനിക്ക് തല്ലും. അതുമാത്രമാണോ? എൻ്റെ ഭാഗം ഒന്ന് കേൾക്കുക കൂടെ ചെയ്യാതെ എനിക്ക് ടെർമിനേഷൻ തരുന്നത് എവിടുത്തെ ന്യായമാണ്? ഇവിടെ കൂടി നിൽക്കുന്നവരോടെങ്കിലും എന്താണ് നടന്നതെന്ന് തിരക്കിയോ? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ടെർമിനേഷൻ തരുന്നത്? എനിക്ക് ഇവർ പറയുന്നതാണ് സത്യമെന്നറിയാൻ ഒരു തെളിവിൻ്റെ ആവശ്യമില്ലടോ. ഇവരാണ് സത്യം, എനിക്ക് ഉറപ്പുണ്ട്. ഇനി റോഷനെ കണ്ടിട്ടേ സൂരജ് പോവുകയുള്ളൂ എന്നാണെങ്കിൽ നാളെ കഴിഞ്ഞ് വരും. അവൻ അന്നേ മടങ്ങി വരും. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? പോയി അവരവരുടെ ജോലി നോക്ക്. അജു എൻ്റെ കൂടെ വന്നേ. സാർ. ഷെറീനയുടെ വിളി കേട്ടത് മേഫി അങ്ങോട്ട് നോക്കി. എന്താ ഷെറീന, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ, 2 വർഷം കൊണ്ട് ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു വിലയും ഇവിടെ ഇല്ലേ? ഞങ്ങൾക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവർക്കുള്ളത്? ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. ആർക്കും ഒരു പ്രത്യേകതയും ഇല്ല. എപ്പോഴും ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നതാണ് എൻ്റെ രീതി. ഞാൻ അതേ ചെയ്തുള്ളൂ. അല്ല മേഫി സാർ, സാറിന് മറ്റാരോടും ഇല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും എല്ലാം ഇവരോടുണ്ട്. അജാസ് എന്നാണ് ഞങ്ങളെല്ലാം വിളിക്കാറ്. ഇവനെ സാർ വിളിക്കുന്നത് അജു എന്ന്. അതുമാത്രമല്ല, സൂരജ് സാർ അടികൊണ്ട് തറയിൽ കിടന്നിട്ടും മേഫി സാറിൻ്റെ വേദന ഇവനെ ഓർത്തായിരുന്നു. സാറ് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ നോട്ടം മുഴുവൻ ഇവൻ്റെ പൊട്ടിയ ചുണ്ടുകളിലാണ്. തീർന്നോ വിചാരണ? എനിക്കൊരു വാത്സല്യവും ആരോടുമില്ല. പിന്നെ ഞാൻ ഈ തീരുമാനം എടുക്കാൻ നിങ്ങൾ ചോദിച്ച തെളിവ് ഇവളാണ്. ആ തെളിവ് ആര്യ. ഇവളുടെ പേടികളും മിഴികളും പറഞ്ഞു തരുന്നുണ്ട് ആരാണ് തെറ്റുകാരനെന്ന്. നിങ്ങൾ പറഞ്ഞതുപോലെ അവളുടെ കണ്ണുകളിൽ കാണുന്നത് തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ടവളുടെ ഭാവമല്ല. ഇത് ഭയമാണ്, എന്തിനോടോ ഉള്ള ഭയം. ആ ഭയം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എനിക്കുണ്ടൊരു പെങ്ങൾ. എൻ്റെ നെഞ്ചിലുറങ്ങി എൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ച് എന്നോളം വളർന്ന എൻ്റെ പെങ്ങൾ. അവളെ നെഞ്ചിലും തോളിലും ഏറ്റിയ ഞാൻ പറയട്ടെ, ആര്യയ്ക്ക് സൂരജിനോട് എന്തോ ഒരു വലിയ ഭയമുണ്ട്. അതെന്താണെന്ന് സീനിയോറിറ്റിയുടെയും അഹങ്കാരത്തിൻ്റെയും മുഖം മാറ്റി നീയും ഒരു പെണ്ണാണ് എന്ന ചിന്തയോടെ
പെണ്ണിൻ്റെ തുറന്ന മിഴിയോട് ഇവളൊന്ന് നോക്കിയേ ഷെറീന. അപ്പം നിനക്ക് മനസ്സിലാവും ഞാൻ എന്തിനാ ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന്. അപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ആര്യയുടെ മുഖത്തായിരുന്നു. അപ്പോഴും അവൾ ആ നോട്ടങ്ങളൊന്നും നേരിടാൻ കഴിയാതെ അജുവിൻ്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് മെർഫിയും ഇല്ലായിരുന്നു ഓഫീസിൽ. അവനും പ്രൊജക്റ്റ് ആവശ്യത്തിനായി ഡൽഹിക്ക് പോയി. റിച്ചുവും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. അവരെല്ലാം ഇന്ന് രാത്രിയെ തിരിച്ചെത്തുകയുള്ളൂ. ഷെറീൻ അന്നത്തെ ദിവസമൊന്നും ഞങ്ങളോട് മിണ്ടിയില്ല. പക്ഷെ അവളുടെ മുഖം വലിഞ്ഞു മുറുകി തന്നെയിരുന്നു. പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ ഞങ്ങൾ ഓഫീസിലേക്ക് എത്തി. റിച്ചു വന്നതും എല്ലാവരും നിശബ്ദമായി. ഇനി എന്ത് എന്നറിയാൻ വീർപ്പ് മുട്ടിയിരിക്കുന്ന സ്റ്റാഫുകളെ കണ്ടതും അഫ്ന വന്ന് എൻ്റെ അടുത്ത് നിന്നു. അവളെ നോക്കി ചിരിച്ച് എന്നോട് ചോദിച്ചു, ഡി മെഹറു, നിനക്കൊന്നും ഒരു ടെൻഷനും ഇല്ലേ? എനിക്കിവിടെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കാൻ ഇരിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ മൂന്നും എന്ത് കൂളായിട്ടാണ് നടക്കുന്നത്? പിന്നെ ഞാൻ എന്ത് വേണം അഫ്ന? അയ്യോ എനിക്ക് പേടിയാവുന്നതെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഓടണം. നീ എന്താടി പെണ്ണേ ഇങ്ങനെ? മെർഫി സാർ അല്ലേ ഇപ്പോൾ തീരുമാനം എടുക്കേണ്ടത്, റോഷൻ സാറാണ്. അതിന് നിനക്കറിയാലോ. ആ മുരട് ഇനി എന്ത് പറയുമെന്ന് കണ്ടറിയണം. മെർഫി സാറിൻ്റെ അത്ര ഹൃദയവിശാലതയൊന്നും ആ കാലമാടനില്ല. ഇവൾ ഇന്ന് എൻ്റെ കയ്യിൽ നിന്നും വാങ്ങും. കുറേ നേരമായി എൻ്റെ ചെക്കനെ പറയാൻ തുടങ്ങിയിട്ട്. പടച്ചവനെ, എനിക്കിതൊക്കെ ക്ഷമിക്കാനുള്ള ശക്തി തരണേ. എന്താടി മെഹ്റു നീ വെറുപിറുക്കുന്നേ? ഒന്നുമില്ല അഫ്ന, നീ സമാധാനമായി പോയിരിക്കും. ഇതൊക്കെ എന്ത് ജനസിൽപ്പെട്ടതാണ്? ഒന്നിനുമില്ലാത്ത എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അവൾ എന്ത് ഹാപ്പിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഫ്ന പോയി. ആര്യ വല്ലാത്ത പേടിയോടെ അജുവിനെ തന്നെ നോക്കിയിരിക്കുന്നു. അവനും ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കി ഒന്നുമില്ല എന്ന ഭാവത്തിൽ കണ്ണുകൾ ചിമ്മി കാണിച്ചു. റിച്ചു ക്യാബിനിൽ കയറി കുറച്ചു കഴിഞ്ഞതും സൂരജ് സാർ വന്നു. ഞങ്ങളെയൊക്കെ നോക്കിയൊന്ന് ദഹിപ്പിച്ചിട്ട് റിച്ചുവിൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി. എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നോട്ടം റിച്ചുവിൻ്റെ ക്യാബിനിലേക്കാണ്. അവിടെ ഓരോരുത്തരുടെയും മുഖം നിറയെ ഇനി എന്ത് എന്നൊരു ആകാംക്ഷയായിരുന്നു. എല്ലാവരുടെയും ഭാവം കണ്ടപ്പോൾ ഞാൻ പോലും അറിയാതെ ഒരു ടെൻഷൻ എന്നെയും വന്നു പൊതിഞ്ഞു. ഡേ, മേഫി സാർ അല്ല റോഷൻ സാർ. നിന്റെ നെകളിപ്പ് അവസാനിക്കാൻ സമയമായി. ഇവിടെ സിഇഒയേക്കാൾ അധികാരം എം ഡിക്കാണ്. എൻ്റെ നേരെ വന്ന് ചിലയ്ക്കുന്ന ഷെറീനയോട് എനിക്ക് സഹതാപമാണ് തോന്നിയത്. ഇത്രയും നാൾ ഇവിടെ വർക്ക് ചെയ്തിട്ടും ഇവൾക്ക് മനസ്സിലായില്ലേ അവന്മാർ തമ്മിലുള്ള ആത്മബന്ധം. അവർക്കിടയിൽ എന്ത് എം ഡി എന്ത് സിഇഒ, ഇതൊക്കെ ഇവൾ ആര് പറഞ്ഞ് മനസ്സിലാക്കാൻ? എന്താടി നിനക്കൊരു പുച്ഛം? മേഫിക്ക് സ്പെഷ്യൽ ബ്ലാക്ക് ടീ ഒക്കെ ഇട്ട് മയക്കിയതുപോലെ റോഷൻ സാറിനോട് നടക്കുമെന്നാണോ എൻ്റെ വിചാരം? എന്തായാലും ഒരു 10 മിനിറ്റുള്ളിൽ നിൻ്റെ ഈ പുച്ഛവും ചിരിയും എല്ലാം മായും മോളെ സംന. അതിന് ഞാനെന്ത് വേണം? ഡേ, ഷെറീന മാഡം വിളിച്ചു തീരും മുന്നേ സൂരജ് സാറ് പറന്നു വന്ന് ഫ്ലോറിൽ വീണു. ഇയാൾക്ക് ഇത് തന്നെയാണോ പണി? ഇനി ഇയാൾ മാളിയേക്കൽ തറവാട്ടിലെ പിള്ളേരുടെ പട്ടം വല്ലതുമാണോ? ചെറുതും വലുതും ചുമ്മാ എടുത്തിട്ട് പറത്തുന്നുണ്ടല്ലോ. ചിന്തകൾ കടിഞ്ഞാൻ വീണത് സൂരജ് സാറിൻ്റെ അടുത്തേക്ക് തീ പാർന്ന കണ്ണുകളായി കാറ്റുപോലെ വരുന്ന റിച്ചുവിനെ കണ്ടപ്പോഴാണ്. റിച്ചു വന്ന് തറയിൽ കിടന്ന സൂരജിനെ വലിച്ചുയർത്തി ഇരു കവിളിലും മാറി മാറി ഓരോന്ന് കൊടുത്തു. അത്രയും ദേഷ്യത്തിൽ അവിടെ ആരും റിച്ചുവിനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഷെറീനെ അടക്കം എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. നീ ആരെയാ ഭീഷണിപ്പെടുത്തുന്നത്? ഈ റോഷനെയോ? നീ എന്ത് കരുതിയടാ എന്നെക്കുറിച്ച്? റിച്ചു എന്തൊക്കെയോ ദേഷ്യത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. അതിനൊപ്പം സൂരജിന് കണക്കിന് കിട്ടുന്നുമുണ്ട്. ഇയാളുടെ മൂക്കൊക്കെ ഇടികൊണ്ട് തക്കാളി പോലെയായി. ചുണ്ട് പൊട്ടി ചോര ഒലിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നിൽക്കാൻ ശക്തിയില്ലാത്ത പോലെ അയാൾ വേച്ചു വീഴാൻ പോകുന്നത് കണ്ടപ്പോൾ അജുവും റോഹുവും റിച്ചുവിനെ പിടിച്ചു മാറ്റാനായി മുന്നോട്ട് ചെന്നു. എന്നെങ്ങാനും വന്ന് പിടിച്ചാ ഇവന് കിട്ടുന്നതിൻ്റെ ബാക്കി നിങ്ങൾക്കാവും കിട്ടുക. ദേഷ്യം കൊണ്ട് തുള്ളി നിൽക്കുന്ന റിച്ചുവിനെ കണ്ടതും അജുവും റോഹുവും അവിടെ തന്നെ നിന്നു. ഇനിയും അടികൊണ്ട അയാൾക്ക് വല്ലതും സംഭവിക്കുമോ എന്ന പേടികൊണ്ട് പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ ഞാൻ റിച്ചുവിൻ്റെ കൈ കയറി പിടിച്ചു. അവിടെ കൂടി നിന്ന് എല്ലാവരും അത് കണ്ട് ഒന്നുകൂടി ഞെട്ടി. എൻ്റെ കൈ വിടടി പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചു എന്നെ പിടിച്ച് സൈഡിലേക്ക് തള്ളി മാറ്റി. അവൻ്റെ ദേഷ്യത്തിനൊരു തരുമ്പ് പോലും കുറവ് വന്നിട്ടില്ല. ഇനിയും ഈ നിലയെ തുടർന്ന സൂരജിനെ തറയിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരുമെന്ന് ഉറപ്പുള്ളതിനാൽ വീണ്ടും ഞാൻ റിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. എൻ്റെ കയ്യിലേക്ക് മുഖത്തേക്ക് മാറി മാറി എന്നെ രൂക്ഷമായി നോക്കുന്ന അവൻ്റെ നോട്ടത്തിൻ്റെ ചൂടേൽക്കാൻ ശക്തിയില്ലാത്ത പോലെ ഞാൻ അവനോട് പറഞ്ഞു, ഇനിയും തന്നെ ഇയാൾ ചത്തുപോകും. ഇങ്ങനെയുള്ളവന്മാർ ചാവുന്നത് തന്നെയാണ് നല്ലത്. അതെ, പെണ്ണിനെ മറ്റൊരു കണ്ണി മാത്രം കാണുന്ന ഇവനൊക്കെ ചാവുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എന്ത് പക്ഷേ? 2-3 ദിവസത്തിനപ്പുറമുള്ളൊരു ദിവസത്തിനായി വർഷങ്ങൾ കൊണ്ട് ഒത്തിരി സ്വപ്നങ്ങളോടെ കാത്തിരിക്കുന്ന കുറേ ജീവനുകളുണ്ട് അങ്ങ് തറവാട്ടിൽ. ഇതുപോലൊരു നാറിയെ തല്ലിക്കൊന്ന് അവരുടെ സന്തോഷം കളയണോ നിങ്ങൾക്ക്? പതിയെ അവൻ്റെ ദേഷ്യം ശമിക്കാൻ തുടങ്ങി. തെല്ലൊരു നേരത്തെ മൗനത്തിന് ശേഷം റിച്ചു പറഞ്ഞു, ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു സംസാരം വേണ്ട. നമ്മുടെ കമ്പനിയിൽ ഇനി മുതൽ സൂരജ് ഉണ്ടാവില്ല. ഈ തീരുമാനത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഇയാൾക്കൊപ്പം ഇവിടെ നിന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് റിച്ചു ഷെറീനയുടെ മുഖത്തേക്ക് നോക്കി. അവൾ പെട്ടെന്ന് തലകുനിച്ച് ഫ്ലോറിലേക്ക് നോക്കി നിന്നു. തെല്ലു നേരത്തെ മൗനത്തിന് ശേഷം റിച്ചു തിരികെ ക്യാബിനിലേക്ക് നടന്നു. റിച്ചുവിന് ഇത്രയും ദേഷ്യപ്പെടാൻ മാത്രം എന്താവും റിച്ചുവിൻ്റെ ക്യാബിനിൽ നടന്നത്? 1 മണിക്കൂർ മുൻപ് അവൾ നടന്നതിലേക്ക് ഒന്ന് എത്തി നോക്കിയാലോ?